ഇപ്പോൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല, നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് ജോ കോൾ കട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ജയത്രിക്ക് ആകെ ടെൻഷനാവുകയാണ്. വീണ്ടും കണ്ടുമുട്ടാമെന്നോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ജയത്രി പറയുകയാണ്. അപ്പോൾ ജോ ജയത്രിയോട് ഒരു കാര്യം പറയുകയാണ്. സത്യത്തിൽ നിന്നെ ഞാൻ ഉണ്ടാക്കിയത് മരിച്ചുപോയ എൻ്റെ ഭാര്യയുടെ ഫീലിങ്സും ഇമോഷൻസും ഡാറ്റാസും എല്ലാം നിന്നിലേക്ക് ഫീഡ് ചെയ്ത് മരിച്ചുപോയ എൻ്റെ ഭാര്യയെ നിന്നിലൂടെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുകയില്ല. ഞാൻ നിന്നിലേക്ക് എൻ്റെ ഭാര്യയുടെ ഡാറ്റാസും ഇമോഷൻസും എല്ലാം ഫീഡ് ചെയ്തു എങ്കിലും അത് പൂർണ്ണമായും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ ഈ ഡിവൈസ് എക്സ്പയർഡ് ആവാൻ പോകുന്നു. അങ്ങനെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഡാറ്റാസും ഇമോഷൻസും എല്ലാം എക്സ്പയർ ആവും. അതിനു മുന്നേ തന്നെ നിന്നിലേക്ക് എൻ്റെ ഭാര്യയുടെ ഇമോഷൻസും ഡാറ്റാസും എല്ലാം ഫീഡ് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കി മാറ്റാൻ പോവുകയാണ് എന്ന് ജോ പറയുമ്പോൾ ജയത്രി പറയുകയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്നെ ഞാനായി അക്സെപ്റ്റ് ചെയ്യൂ. ഒരിക്കലും നിങ്ങളുടെ ഭാര്യയാക്കി മാറ്റാതിരിക്കൂ എന്നൊക്കെ ജയത്രി ജോയോട് പറയുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ പിന്നീട് ആളുകൾ പുറത്തെത്തി കഴിഞ്ഞിരുന്നു. അങ്ങനെ ജോ വേഗം തന്നെ ആർക്കൈവ് ഡിവൈസിൽ നിന്നും ഡാറ്റാസ് എല്ലാം ജയത്രിയിലേക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്.